നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും പരിശോധിക്കാം. മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെ ഉച്ചയ്ക്ക് പുറത്തുവിടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പത്രങ്ങൾ നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ മുഴുവൻ വായ്പകളും എഴുതി തള്ളാൻ ബാങ്കുകളുടെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ശുപാർശ ചെയ്ത വാർത്തയാണ്. ഈ രണ്ട് വാർത്തകൾക്കാണ് ഒട്ടുമിക്ക പത്രങ്ങളും ഇന്ന് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതല്ലാതെ മറ്റ് ഏതൊക്കെ വാർത്തകൾക്കാണ് പത്രങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ഓരോ വാർത്തയും പത്രങ്ങൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതെല്ലാം പരിശോധിക്കാം. ആദ്യം ദീപികയാണ്. മലയാള സിനിമയിൽ മാഫിയ വാഴ്ച എന്ന തലക്കെട്ടോടു കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്ത ദീപിക നൽകിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കടമെഴുതി തള്ളാൻ ബാങ്കേഴ്സ് സമിതി നിർദ്ദേശം എന്നുള്ള വാർത്തയും തൊട്ട് താഴെയായി പ്രാധാന്യത്തോട് ദീപിക നൽകിയിട്ടുണ്ട്. ദീപിക കുറച്ച് പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത് കൊൽക്കത്തയിൽ മരണപ്പെട്ടു പോയ വനിതാ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വനിതാ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. യുവതി നേരിട്ടത് അതിക്രൂര പീഡനം, ശരീരത്തിൽ 14 മുറിവുകൾ എന്ന വാർത്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ദീപിക ഇന്ന് നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിവേചനം, ലൈംഗിക ചൂഷണം എന്ന തലക്കെട്ടോടുകൂടി അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ഇന്ന് ആ വാർത്തയ്ക്ക് ഫ്രണ്ട് പേജിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്നുള്ളത് ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്നു. ദേശാഭിമാനിയും വലിയ പ്രാധാന്യത്തോടുകൂടി പിന്നെ കൊടുത്തിട്ടുള്ള വാർത്ത, ദുരിതബാധിതരുടെ കടം ബാങ്കുകൾ എഴുതി തള്ളണമെന്ന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മാതൃഭൂമിയിലും ഇന്ന് പ്രാധാന്യം ഏറെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ്. തിരക്കഥ ചതിക്കഥ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. പ്രതിനായകൻ എന്ന തലക്കെട്ടോടുകൂടി സ്റ്റോറി ബോർഡിൽ വാർത്തകൾ നൽകിയിരിക്കുന്ന ഒരു ശൈലിയിൽ മറ്റ് വിശദവിവരങ്ങൾ നൽകിയിട്ടുണ്ട്. വയനാട് ദുരന്തം അനുഭവിച്ചവരുടെ വായ്പകൾ എഴുതിത്തള്ളണം എന്നുള്ള ശുപാർശയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മാതൃഭൂമി ആദ്യ പേജിൽ ഇടം നൽകുന്നു. ശ്രീനാരായണ ഗുരു ജയന്തി ആശംസയും മാതൃഭൂമി നൽകുന്നു. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ അടിമുടി മാഫിയ, ലൈംഗിക ചൂഷണവും മയക്കുമരുന്നും വ്യാപകമെന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ജന്മഭൂമിയും നൽകുന്നു. ബാങ്കുകൾ കടം എഴുതി തള്ളണം എന്നുള്ള വാർത്തയ്ക്ക് ജന്മഭൂമി ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. എന്നാൽ ജന്മഭൂമി പ്രാധാന്യം നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത എന്നത്, ബംഗാളിലെ ബലാത്സംഗ കൊല, ഡോക്ടറുടെ ശരീരത്തിൽ 14 മുറിവുകൾ, എല്ലാം മരിക്കുന്നതിന് മുമ്പുണ്ടായത് എന്ന തലക്കെട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മരണപ്പെട്ടു പോയ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജന്മഭൂമിയും ശ്രീനാരായണ ഗുരു ജയന്തി ആശംസ അറിയിക്കുന്നുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിക്ക് ഇന്ന് ഒരു പത്രവും മറ്റൊരു പ്രധാനപ്പെട്ട സപ്ലിമെൻ്ററി പോലെ ഒരു വിഭാഗവും ഉണ്ടായിരുന്നു. അതിൽ കേരള കൗമുദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേജിൽ ഇന്ന് പ്രാധാന്യമേറെ നൽകിയിട്ടുള്ളത് ഹേമ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, വീണുടഞ്ഞു ഗ്ലാമർ മുഖം എന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഒപ്പം മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് കടമെഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയല്ല, പകരം KTDC ചെയർമാൻ സ്ഥാനം PK ശശി ഒഴിഞ്ഞേക്കും, CPM-ൽ ഭിന്നത എന്നുള്ള വാർത്തയാണ് കേരള കൗമുദി വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. എന്നാൽ കേരള കൗമുദിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സപ്ലിമെൻ്ററി പേജിൽ വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുന്നതിന് ബാങ്കുകൾ അവരവരുടെ ഡയറക്ടർ ബോർഡുകളിൽ നിർദ്ദേശം സമർപ്പിക്കാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ ധാരണയായ വാർത്തയ്ക്ക് കേരള കൗമുദി പ്രാധാന്യമേറെ നൽകുന്നു സപ്ലിമെൻ്ററി പേജിൽ. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഹേ മലയാളമേ ലജ്ജിക്കുക, വെള്ളിത്തിര മാഫിയ എന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ഒപ്പം ചലച്ചിത്ര വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം, നടൻ സിദ്ദിഖ് പഠിച്ചിട്ട് പ്രതികരിക്കാം എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം വായ്പ എഴുതിത്തള്ളൽ നിർദ്ദേശിച്ച് ബാങ്കേഴ്സ് സമിതി എന്ന തലക്കെട്ടോടുകൂടി വയനാട്ടിലെ വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ ഇന്ന് വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയെ ഞെട്ടിക്കുന്ന സ്ത്രീ ദുരനുഭവങ്ങൾ പുറത്ത്, അടിമുടി ചൂഷണം എന്ന തലക്കെട്ടോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഒപ്പം വയനാട് ഉൾപ്പെട്ടുള്ള വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും മനോരമ ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും കാർട്ടൂണുകളും ഒക്കെ പരിശോധിക്കാം. ആദ്യം ദീപികയാണ്. ദീപികയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത് നൈജീരിയയിലെ കത്തോലിക്ക വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഒപ്പം വയറിളക്കവും ഛർദിയും ബാധിച്ച് 2ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു, ഭക്ഷ്യവിഷബാധയെന്ന് സംശയിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. റഷ്യയിൽ കൊല്ലപ്പെട്ട സന്ദീപിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്ത. മൈസൂരിലെ ഭൂ ഇടപാടുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ കുറ്റവിചാരണ നടപടി, ഹൈക്കോടതിയുടെ താത്കാലിക സ്റ്റേയുമായി ബന്ധപ്പെട്ട വാർത്ത. ഉദംപൂരിൽ ഭീകരാക്രമണം, CRPF ഇൻസ്പെക്ടർക്ക് വീരമൃത്യു ഉണ്ടായതുമായി ബന്ധപ്പെട്ട വാർത്ത. ഒപ്പം മാവേലിനാട് എന്ന ദീപികയുടെ കാർട്ടൂൺ പരമ്പരയിൽ ഡ്രൈവിംഗ് സ്കൂൾ
വാഹനങ്ങൾക്ക് മുന്നിലും പിന്നിലും മഞ്ഞ നിറം വേണമെന്ന ഒരു വാർത്ത അതിന് തലക്കെട്ടായി. യെല്ലോ അലേർട്ട് ഓട്ടം നന്നായില്ലെങ്കിൽ വണ്ടിക്ക് ഓറഞ്ചും റെഡും അലേർട്ടുകൾ പ്രതീക്ഷിക്കാം എന്ന തലക്കെട്ടാണ് ആ കാർട്ടൂണിന് നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയുടെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളായി നൽകിയിട്ടുള്ളത് കൊൽക്കത്ത അന്വേഷണം സുപ്രീം കോടതി മേൽനോട്ടം വഹിച്ചേക്കും എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു ആദ്യ പേജിൽ തന്നെ. ഒപ്പം മുണ്ടാഭൂമി കയ്യേറ്റം സിദ്ധരാമയ്യയ്ക്ക് താൽക്കാലിക ആശ്വാസം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഭീകരാക്രമണം സുരക്ഷാ സൈനികന് വീരമൃത്യു സംഭവിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത ജമ്മു കാശ്മീരിൽ. അതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് സന്ദർശനം വെള്ളിയാഴ്ച നടത്തുമെന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരാതി ലഭിച്ചാൽ നടപടി ഉറപ്പെന്ന് മന്ത്രി സജി ചെറിയാൻ. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി ഇന്ന് വലിയ പ്രാധാന്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഉൾപേജുകളിലും വലിയ വാർത്തകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സമഗ്ര നിയമം വേണമെന്ന് CPIMന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ കേളപ്പജി സ്മൃതി തകർത്ത് പാലം പണിയുമായി പിണറായി സർക്കാർ എന്ന തലക്കെട്ടോടുകൂടി ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ജന്മഭൂമി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ഉക്രൈനിൽ നരേന്ദ്രമോദി 23-ന് എത്തുമെന്ന വാർത്തയ്ക്കും ജന്മഭൂമി വലിയ പ്രാധാന്യം നൽകുന്നു. ഒപ്പം രക്ഷാബന്ധൻ ആഘോഷിച്ചതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് വിദ്യാർത്ഥികൾ രാഖി ബന്ധിക്കുന്നു എന്ന വാർത്ത. അടിയന്തര സഹായത്തിൽ നിന്ന് ഗ്രാമീൺ ബാങ്ക് വായ്പ തിരിച്ചടവ് പിടിച്ചു വിവാദമായ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിയിൽ ഉധംപൂരിൽ CRPF ഇൻസ്പെക്ടർ വീരമൃത്യു വരിച്ച വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒപ്പം കൂട്ടുകാരന്റെ യാത്ര ഈ കൈകളിൽ ഭദ്രം എന്ന കൗതുകരമായൊരു വാർത്തയുണ്ട്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് കേരള കൗമുദി നൽകിയിട്ടുള്ളത് ചുരുൾമലയിലെ ഗ്രാമീൺ ബാങ്ക് വായ്പയുടെ EMI പിരിച്ചത് ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവനയുടെ കാർട്ടൂൺ. അതിന് തലക്കെട്ട് ഒപ്പമുണ്ടെന്ന് തള്ളിയാൽ പോരാ, വായ്പകൾ തള്ളി സഹകരിക്കണം എന്നുള്ളതാണ് ആ തലക്കെട്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം ഇന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ സിദ്ധരാമയ്യയ്ക്ക് താൽക്കാലിക ആശ്വാസം എന്ന വാർത്തയാണ്. പ്രോസിക്യൂഷൻ നടപടി തടഞ്ഞ കർണാടക ഹൈക്കോടതി. ഒപ്പം കരസേനാ മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു എന്ന വാർത്തയ്ക്കും ചെറിയ പ്രാധാന്യം മാധ്യമം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ ഇന്ന് കുഞ്ചുകുറുപ്പ് എന്ന അവരുടെ കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് സിനിമാ മേഖലയിൽ സർക്കാർ നിരന്തരം ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി സജി ചെറിയാൻ. വാതിൽ നിരന്തരം മുട്ടിയെന്ന് പറയാം എന്ന തലക്കെട്ടാണ് അതിനുള്ളത്. ഇന്ന് എല്ലാ പത്രങ്ങളുടെയും കായിക പേജിൽ വലിയ പ്രാധാന്യത്തോടെയുള്ളത് വിനീഷ് ഫോഗട്ട് കോടതിയിൽ സമർപ്പിച്ച പരാതിയുടെ പുറത്തുള്ള വിധി അതിൻ്റെ പകർപ്പ് പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സ്വന്തം ശരീരം ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം കായിക താരത്തിനാണ് പ്രാധാന്യമായി ഉള്ളത് എന്ന ചൂണ്ടിക്കാട്ടലായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്.